Legacy Teaching Journal. Learn daily, win surely. ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇന്ന് ഒക്ടോബർ 21, ആൽഫ്രഡ് നൊബേലിന്റെ ഓർമ്മ ദിനമാണിന്ന്. വിവിധ മേഖലകളിലെ ഏറ്റവും ഉന്നത പുരസ്കാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൊബേൽ സമ്മാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആൽഫ്രഡ് നൊബേൽ. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 21. അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചെടുക്കാം. 1833 ഒക്ടോബർ 21 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഇമാനുവൽ നൊബേലിന്റെയും ആന്ദ്രിയാറ്റ ആൽഷെലിന്റെയും മൂന്നാമത്തെ ആൺകുട്ടിയായാണ് ആൽഫ്രഡ് നൊബേൽ പിറന്നത്. റോബർട്ട് ലുഡ്വിഗ് എന്നിവരായിരുന്നു മൂത്ത ജ്യേഷ്ഠന്മാർ. ആൽഫ്രഡിന്റെ അച്ഛൻ ഇമാനുവൽ എഞ്ചിനീയർ ആയിരുന്നു. നൂതന മാർഗങ്ങളുടെ പുതിയ കെട്ടിടങ്ങളും പാലങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. ബിസിനസ് നഷ്ടത്തിലായതോടെ തൊഴിൽ തേടിപ്പോയ ഇമാനുവൽ റഷ്യയിലെത്തുകയും അവിടെ റഷ്യൻ പട്ടാളത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. റഷ്യയിലെത്തിയ ആൽഫ്രഡ് 17ാമത്തെ വയസ്സിൽ സ്വീഡിഷ്, ഇംഗ്ലീഷ്, ജർമ്മൻ, റഷ്യൻ, ഫ്രഞ്ച് ഭാഷകളിൽ എഴുതാനും വായിക്കാനും പ്രാവീണ്യം നേടി. 1866 ശുദ്ധമായ മണൽ ചേർത്ത് നൈട്രോഗ്ലിസറിനെ ഖരാവസ്ഥയിൽ സൂക്ഷിച്ചാൽ വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാമെന്ന് ആൽഫ്രഡ് കണ്ടെത്തി. അങ്ങനെ ഡൈനാമിറ്റ് എന്ന പേരിൽ പുതിയ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം പേറ്റന്റ് നേടി. ഡൈനാമിറ്റിന്റെ കണ്ടെത്തൽ ആൽഫ്രഡിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. നിർമ്മാണ മേഖലയിലും ഖനികളിലും ഡൈനാമിറ്റ് അവിഭാജ്യ ഘടകമായി മാറി. വലിയ കരിങ്കൽ മടകളും ഖനികളും നിഷ്പ്രയാസം സുരക്ഷിതമായി പൊട്ടിത്തെറിപ്പിക്കാൻ ഡൈനാമിറ്റ് ഉപയോഗിച്ച് സാധിച്ചു. നൈട്രോഗ്ലിസറിൻ സ്ഫോടന വസ്തുക്കൾക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ ആവശ്യക്കാർ സൃഷ്ടിക്കപ്പെട്ടു. ഏകദേശം 20 രാഷ്ട്രങ്ങളിലായി 90-ൽ പരം ഫാക്ടറികൾ സ്ഥാപിക്കപ്പെട്ടു. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന നൊബേൽ കുടുംബം സമ്പന്നതയുടെ ഉത്തുംഗപഥത്തിലെത്തി. ആൽഫ്രഡ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറി. പരീക്ഷണങ്ങളുടെയും വേദനയുടെയും വിജയത്തിനായുള്ള അടങ്ങാത്ത ദാഹത്തിന്റെയും ജീവിച്ചിരിക്കുന്ന ഇതിഹാസമായിരുന്നു ആൽഫ്രഡ് നൊബേൽ. തന്റെ മഹത്തായ കണ്ടുപിടുത്തം സൈനിക മേഖലയിലും രാഷ്ട്രാന്തര കുടിപ്പകയിലും ഉപയോഗിക്കപ്പെട്ട് മനുഷ്യ ശരീരം ചിതറിപ്പോകുന്ന ദാരുണ ചിത്രങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. തന്റെ കണ്ടുപിടുത്തം ഒരു ജനതയുടെ നാശം സൃഷ്ടിക്കുന്നത് കണ്ട് അദ്ദേഹം അവസാന കാലങ്ങളിൽ ഋഷിതുല്യമായ ജീവിതം നയിച്ചു. 1896 ഡിസംബർ 10 ഇറ്റലിയിൽ വെച്ച് ഈ ലോകത്തോട് നൊബേൽ വിട പറഞ്ഞു. തന്റെ വിൽപത്രത്തിൽ ആൽഫ്രഡ് ഇപ്രകാരം എഴുതിവച്ചിരുന്നു: എന്റെ മുഴുവൻ സമ്പാദ്യവും ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഭാഷ, സമാധാനം എന്നീ മേഖലയിലെ നിസ്തുല സേവനങ്ങൾ നടത്തുന്നവർക്കിടയിൽ സമ്മാനമായി നൽകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ 5 പുരസ്കാരങ്ങൾ പിന്നീട് നൊബേൽ സമ്മാനം എന്ന പേരിൽ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് 1969 ബാങ്ക് ഓഫ് സ്വീഡൻ മഹാനായ നൊബേലിന്റെ സ്മരണാർത്ഥം സാമ്പത്തിക മേഖലയിൽ കൂടി പുരസ്കാരം ഏർപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മരണപത്രത്തിന്റെ സാക്ഷാത്കാരമായി ആദ്യത്തെ നൊബേൽ സമ്മാനം 1901 പ്രഖ്യാപിച്ചു. സമാധാനത്തിനൊഴികെയുള്ള മറ്റെല്ലാ പുരസ്കാരങ്ങളും സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നൽകപ്പെട്ടു. സമാധാനത്തിനായുള്ള പുരസ്കാരം നോർവേയിലെ ഓസ്ലോയിൽ വെച്ചാണ് നൽകിയിരുന്നത്.